നമസ്കാരം. സൂഫി കഥകളിൽ ഇന്ന് പറയുന്ന വിഷയം വളരെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. സൂഫിയുടെ അടുക്കൽ ഒരാൾ വരികയാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരനെ കുറിച്ച് വളരെ വ്യസനത്തോടു കൂടി പറയുകയാണ്. അവൻ ബോംബെയിലായിരുന്നു ജോലി. അങ്ങനെ പോയതിന് ശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷം അവൻ തിരിച്ചു വന്നു. തിരിച്ചു വന്നതിന് ശേഷം അവനെന്തോ മാനസികമായി കുറച്ച് പ്രശ്നങ്ങളുള്ള പോലെ വീട്ടിൽ ഭക്ഷണം കഴിക്കും, അത്യാവശ്യം സംസാരിക്കും. പക്ഷെ പുറത്തുനിന്ന് ആരെങ്കിലും വീട്ടിലേക്ക് വന്നാൽ അവരെ ഉപദ്രവിക്കും. അത് ആര് വന്നാലും, പുറത്തുനിന്ന് വന്നാൽ, ആ വീടുമായി ബന്ധപ്പെടാത്ത ആരെങ്കിലും ആ വീട്ടിലേക്ക് വന്നാൽ അവരെ ഉപദ്രവിക്കുന്ന ഒരു സ്വഭാവ രീതി അവനിൽ വരാൻ തുടങ്ങി. അവനെ പല സ്ഥലത്തും കൊണ്ടുപോയി ട്രീറ്റ്മെൻ്റൊക്കെ നടത്തിയെങ്കിലും മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല. അപ്പോൾ അവനിക്ക് എന്താണ് സംഭവിച്ചത്? സൂഫിയെക്കുറിച്ച് വളരെ വ്യക്തമായി അറിയുന്ന ആളാണ് ഈ വന്നിരിക്കുന്ന ആള്. അപ്പം അദ്ദേഹം സൂഫിയോട് കഥകളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ സൂഫി പറഞ്ഞു, അവനെ എനിക്കൊന്ന് കാണണം. അങ്ങനെ സൂഫി അവരുടെ അഡ്രസ്സ് എല്ലാം വാങ്ങിയതിന് ശേഷം പറഞ്ഞു, ഞങ്ങളങ്ങോട്ട് വന്നോളാം, വന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം സൂഫി ഒരാളുടെ കാറിൽ തൻ്റെ ശിഷ്യഗണങ്ങളെയും കൂട്ടിക്കൊണ്ട് ആ വീട്ടിലേക്ക് യാത്രയായി. അങ്ങനെ കുറച്ച് ഉള്ളേരിയയിലാണ് ഇവർ താമസിക്കുന്നത്. ചുറ്റുപാടും റബ്ബർ തോട്ടങ്ങളും ഒറ്റപ്പെട്ട ചില വീടുകളൊക്കെയാണ് അവിടെ ഉള്ളത്. അടുത്തടുത്ത് വീടുകളൊന്നുമില്ല. അങ്ങനെ ദൂരെ നിന്നും ചെല്ലേണ്ട വീട് ഇവർ കണ്ടു. ദൂരെ നിന്നുകൊണ്ട് തന്നെ സൂഫി ഒരാളെ ശ്രദ്ധിച്ചു. ആ വീടിൻ്റെ മുറ്റത്ത് ഒരാൾ നിൽപ്പുണ്ട്. ഈ വണ്ടി വരുന്നത് കണ്ട് അയാൾ വല്ലാതെ ശ്രദ്ധിച്ചു നോക്കുന്നതാണ് കാണുന്നത്. വണ്ടി അടുക്കും തോറും അയാൾ വീടിൻ്റെ പുറകുഭാഗത്തേക്ക് മെല്ലെ മെല്ലെ മാറാൻ തുടങ്ങി. അങ്ങനെ വണ്ടി അവരുടെ കോമ്പൗണ്ടിലേക്ക് വന്നു നിന്നു. അവിടേക്ക് സൂഫിയെ കാണാൻ വന്ന വ്യക്തി ഇറങ്ങി വന്ന് അവരെ വീട്ടിലേക്ക് സ്വീകരിച്ചു. അങ്ങനെ വീടിനകത്ത് കയറി. അദ്ദേഹത്തിൻ്റെ പിതാവും അവിടെയുണ്ട്. അങ്ങനെ അവരുമായിട്ട് മറ്റു വിശേഷങ്ങളൊക്കെ പങ്കിട്ടുകൊണ്ടിരിക്കുന്നു. സൂഫിക്ക് കുടിക്കാൻ കട്ടൻ ചായ, അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കട്ടൻ ചായ. ആ കട്ടൻ ചായ കൊണ്ടുവന്ന് വെക്കുന്നു. അങ്ങനെ കട്ടൻ ചായ കുടിച്ചുകൊണ്ട് ഓരോ വിശേഷങ്ങളും ആത്മീയപരമായ ചർച്ചകളും ഒക്കെ അവിടെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പുറത്തു നിന്നും വലിയൊരു നിലവിളി കേൾക്കുന്നുണ്ട്. വലിയ ഉച്ചത്തിലുള്ള ശബ്ദം. ഒരു വലിയ ആളുടെ കരച്ചിലാണ് കേൾക്കുന്നത്. ഒരാളെ തല്ലുന്ന പോലെയാണ് തോന്നുന്നത്. പെട്ടെന്ന് സൂഫി അവിടെ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് വന്നപ്പോൾ ഈ ആളെ വലിയൊരു വടി കൊണ്ട് സൂഫിയെ ക്ഷണിക്കാൻ വന്ന ആള് തല്ലുന്ന കാഴ്ചയാണ് കാണുന്നത്. അദ്ദേഹത്തിനെ പിടിച്ചു വലിച്ചു മാറ്റി. സൂഫി ചോദിച്ചു, എന്താ നിങ്ങൾ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങോട്ട് വന്നില്ലായിരുന്നുവെങ്കിൽ ഈ കാറിൻ്റെ ഗ്ലാസ് അവൻ തല്ലിപ്പൊളിച്ചേനെ. അവനിത് തല്ലിപ്പൊളിക്കാനായിട്ട് വരികയായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടി കൊണ്ടിട്ട് അവൻ്റെ കൈയും മുതുകുമൊക്കെ വല്ലാത്തൊരു വേദനയോടുകൂടി നിൽക്കുകയാണ്. സൂഫി പെട്ടെന്ന് അവൻ്റെ കൈക്ക് പിടിച്ചു. വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവനെ വീടിൻ്റെ അകത്തോട്ട് കയറ്റി. അവൻ കരയുകയാണ്.
അവനെ സമാധാനപ്പെടുത്തിക്കൊണ്ട് സൂഫി അവനെ കസേരയിൽ ഇരുത്തി. അവൻ്റെ മുഖത്തേക്ക് കുറേ നേരം സൂഫി നോക്കിയിരുന്നു. അവൻ സൂഫിയെയും കരയുന്നതിൻ്റെ ഇടയിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സൂഫി പെട്ടെന്ന് അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ആ കിടക്കുന്ന, അതായത് ആ വീടിൻ്റെ ഒരു കോർണറിൽ ഒരു മരത്തിൻ്റെ പഴയ മേശ കിടപ്പുണ്ട്. ആ മേശ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിച്ചു, ആ മേശയും നീയും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചോദിച്ചപ്പോൾ ആ വീട്ടിലുള്ള എല്ലാവരും സൂഫിയെ നോക്കുകയാണ്. ആ മേശയുടെ ആ വലിപ്പ്, ആ ഡ്രോയർ, അത് നിനക്ക് പരിചയമുണ്ടോ? അതുമായിട്ട് നിനക്ക് വല്ല ബന്ധമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൻ്റെ പിതാവ് പെട്ടെന്ന് പറഞ്ഞു, അവൻ ഇവിടുന്ന് പോയത് ആ ഡ്രോയറിലുണ്ടായിരുന്ന എൻ്റെ പണവും മോഷ്ടിച്ചുകൊണ്ടാണ് ബോംബെക്ക് പോയത്. അത് കുത്തി തുറന്ന് അതിലുള്ള പണവും എടുത്തുകൊണ്ടാണ് അവൻ പോയത്. പോയതിന് ശേഷം പിന്നെ അവൻ തിരിച്ചു വന്നത് ഈ കോലത്തിലാണ്. അപ്പോൾ അവനിങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. സൂഫി പറഞ്ഞു, എനിക്ക് ഇവനോട് തനിയെ സംസാരിക്കണം. അപ്പോൾ അവർക്കൊരു ഭയം, അവനൊരു ഉപദ്രവിക്കുന്ന ക്യാരക്ടറാണല്ലോ, എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളൊരു ഭയം അവർക്കുണ്ട്. എങ്കിലും സൂഫി അവൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ട് ഒരു മുറിക്കുള്ളിലേക്ക് കയറി കതകടച്ചു. സൂഫി അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു, നീ ഭയപ്പെടുന്നു, വല്ലാതെ ഭയപ്പെടുന്നു. നിനക്കൊരു രോഗവുമില്ല, പക്ഷെ ഭയമാണ് നിന്റെ രോഗം. നീ ആരെയോ ഭയപ്പെടുന്നു, ആരെയോ നിന്നെ തേടി വരുമെന്നുള്ള ഒരു ഭയമാണ് നിന്നെ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്നത്. ബോംബെയിൽ നിനക്ക് എന്താണ് സംഭവിച്ചത്? അങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടും ഇവൻ അതിനൊന്നും മറുപടി പറയാതെ കരഞ്ഞുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. ഒരു ഭയവും അവൻ്റെ മുഖത്തുണ്ട്. ഞാൻ നിന്നെ പിടിച്ചുകൊണ്ടു പോകാൻ വന്ന ആളൊന്നുമല്ല, ഞാൻ നിനക്ക് സമാധാനം തരാൻ വന്ന ആളാണ്. നിന്റെ ഉള്ളിൽ കയറിയ ഒരു സംശയമാണ് നിന്നെ രോഗിയാക്കിയത്. അങ്ങനെ അവനോട് കുറേ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ട് സൂഫി തന്നെ അവൻ പറയാത്ത കഥ പറയുകയാണ്. അവിടെ ജോലി എടുക്കുന്ന സന്ദർഭത്തിൽ അവിടെ ചേരികളാണല്ലോ, അവിടെയൊക്കെ താമസിക്കാൻ വീടുകൾ കിട്ടുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ ചെറിയ ചെറിയ മുറികളാണ്. അതിലൊരു മുറിയിലാണ് ഇവൻ താമസിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് അവനിക്ക് പാല് കൊണ്ടു കൊടുക്കുന്ന, ഓരോ വീടുകളിലും പാല് കൊടുക്കുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഇവൻ്റെ മുറിയിലേക്ക് വന്നപ്പോൾ ഇവൻ അവരെ കടന്നു പിടിച്ചു. അങ്ങനെ അവരും ഇവനും തമ്മിൽ ഒരു ചെറിയ ബലപ്രയോഗങ്ങളൊക്കെ നടന്നപ്പോൾ പെട്ടെന്ന് അവൾ ഇവനെ തള്ളി മാറ്റുകയും ആ തള്ളി മാറ്റുന്നതിനിടയിൽ ഇവള് കാല് തെന്നി ഒന്ന് വീഴുകയും ചെയ്തു. അവൾ പെട്ടെന്ന് വീണപ്പോൾ ഇവൻ വല്ലാതെ ഭയന്നുപോയി. അപ്പോൾ ഇവൻ അവിടെ നിന്നും ആ ഒരു വെപ്രാളത്തിൽ, കാരണം തൊട്ടടുത്ത വീടുകളിലുള്ളതാണ് ഈ പെണ്ണ്, ഇനി ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളാകുമോ എന്ന് കരുതിക്കൊണ്ട് അവൻ അവിടെ നിന്നും ഓടി അങ്ങനെ നാട്ടിലെത്തി. അപ്പോൾ മനസ്സിൽ യാത്ര ചെയ്യുമ്പോഴും ഒക്കെ അവൻ്റെ ഉള്ളിൽ തന്നെ തേടി ആരെങ്കിലും വരും, ആ പെണ്ണിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ള ഭയമായിരുന്നു അവന്. ഇപ്പോൾ വന്ന് വർഷങ്ങൾ കടന്നിട്ടും അവൻ്റെ ആ ഭയം വിട്ടു മാറിയിട്ടില്ല. അങ്ങനെ സൂഫി അവനോട് പറഞ്ഞു, അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല, നിന്നെ ആരും തേടി വരാനുമില്ല. നിന്റെ മനസ്സിൽ തോന്നിയ ചില ആശയക്കുഴപ്പങ്ങളാണ് ഇതിനെല്ലാം കാരണം. അപ്പോൾ ഓരോ വണ്ടികൾ വരുമ്പോഴും അവൻ്റെ ധാരണ അവനെ പിടിച്ചു കൊണ്ടുപോകാൻ ആരൊക്കെയോ വരുന്നുണ്ടെന്നുള്ളൊരു തോന്നലായിരുന്നു അവനിക്ക്. അവൻ വീട്ടിൽ വന്നതിന് ശേഷം പിതാവിൽ നിന്നുകൊണ്ട് പണം എടുത്തുകൊണ്ടുപോയതിൻ്റെ ആ ഒരു ദേഷ്യവും ഒക്കെ അവിടെ കഴിഞ്ഞു. അതിനുശേഷം അവൻ്റെ ഉള്ളിൽ ഈ ഭയം പിടികൂടി ഭക്ഷണം കഴിക്കാതെ അങ്ങനെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് അവൻ മാറുകയായിരുന്നു. ആരെങ്കിലും വീട്ടിലേക്ക് വരുന്നു എന്ന് കേട്ടാൽ പിന്നെ അവനിക്ക് ഉറക്കമില്ല, ഭക്ഷണമില്ല. പിന്നെ അവൻ്റെ കണ്ണുകളൊക്കെ അങ്ങോട്ടാണ്, ആരാണ് വരുന്നതെന്നുള്ള. ആരെങ്കിലും വന്നാൽ അവരെ ഉപദ്രവിക്കുക.
അവൻ്റെ ധാരണ അവനെ പിടിച്ചുകൊണ്ടുപോകാൻ വന്നിരിക്കുകയാണെന്നാണ് അവൻ കരുതുന്നത്. അങ്ങനെ ഏറെ നേരത്തെ സംസാരത്തിന് ശേഷം അവൻ്റെ മനസ്സിനെ ശാന്തമാക്കുകയും അവൻ്റെ മനസ്സിനൊരു മാറ്റമുണ്ടാവുകയും അങ്ങനെ പുറത്തു വന്ന് അവരോടുണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇനി മുതൽ ഇവൻ നല്ല കുട്ടിയായിരിക്കുമെന്നും അവനിക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് അവരെ സമാധാനപ്പെടുത്തിക്കൊണ്ട് സൂഫി അവിടെ നിന്നും പോന്നു. അങ്ങനെ അവനിൽ പിന്നീട് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഓരോ യാത്രകളിലും ഓരോരോ അനുഭവങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇതെല്ലാം പറയുമ്പോൾ കേൾക്കുന്നവർ വിചാരിക്കും, സൂഫിക്ക് ഇത്രയും വലിയ കഴിവുണ്ടോ? ഏറ്റവും വലിയ കഴിവ് അള്ളാഹുവിനല്ലേ, സൂഫിക്ക് എന്ത് കഴിവാണുള്ളത്? ഒരു മനുഷ്യനല്ലേ സൂഫി എന്ന് പറയുന്ന ആള്. ഈ മനുഷ്യനിക്ക് ഇത്രയും വലിയ കഴിവൊക്കെ ഉണ്ടോ? അപ്പോൾ നമ്മളെല്ലാവരിലേക്കും ഒരേപോലെ കാണാതെ ചില വ്യത്യസ്തമായ അനുഭവത്തിൽ, വ്യത്യസ്തമായ രീതിയിൽ ചില ആളുകൾ, എല്ലാ ഗ്രന്ഥങ്ങളിലും അത് പറയുന്നുണ്ട്, എല്ലാവരും ഒരുപോലെയല്ല. ചിലർക്ക് ദൈവം ചില അനുഗ്രഹങ്ങൾ കൊടുക്കും. ഇന്നിവിടെ ദൈവവിഷയത്തിൽ പല തർക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ. കാരണം ഒരു വിഭാഗം ആൾക്കാരൊക്കെ ദൈവത്തെ മനുഷ്യനായി രൂപകൽപ്പന ചെയ്തത് കൊണ്ടുള്ള പ്രോബ്ലമാണ്. എന്താണ് ദൈവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും കണ്ടിട്ടില്ല. ഈ പ്രപഞ്ചത്തിനൊരു സത്യമുണ്ട്, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്കൊരു സൃഷ്ടിതാവുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതൊരു മനുഷ്യനാണ്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ രൂപത്തിലൊക്കെ ചിന്തിച്ചു പോകുന്നത് കൊണ്ടാണ് ഇവിടെ ഏറ്റവും അധികം തർക്കങ്ങൾ നടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പ്രപഞ്ചത്തിൻ്റെ പുറകിൽ കിടക്കുന്ന അജ്ഞാതമായ ഒരു സത്യം, ആ സത്യമാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആ സത്യത്തെയാണ് ഏകത്വം എന്ന് പറയുന്നത്. ഒരു ഏകത്വത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടായത്. അപ്പോൾ അതെല്ലാം വലിയ വലിയ വിഷയങ്ങളാണ്. അതൊന്നും പറഞ്ഞാൽ നമുക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റുന്ന തെളിവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നീടുണ്ടായ ഇതുപോലെയുള്ള സൂഫി വര്യന്മാരും പ്രവാചകന്മാരും അങ്ങനെയുള്ള ആളുകളൊക്കെ കടന്നു വന്നപ്പോൾ അവരിലൂടെ ഉണ്ടായ അത്ഭുതങ്ങളൊക്കെ തന്നെയാണ് ഒരു പരിധിവരെയൊക്കെ ഇത്തരം വിഷയങ്ങളെ ബലപ്പെടുത്തി നിർത്തുന്നത്. എന്നാൽ ഏറെക്കുറെ യുക്തിവാദികളും നിരീശ്വരവാദികളുമൊക്കെ ഇതിനെ പരിഹസിക്കുകയും പുച്ഛിക്കുകയും ഇതെല്ലാം വെറും തള്ളുകഥകളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരങ്ങനെ എൻജോയ്മെൻറ്റ് ചെയ്ത് അവർ പോകുന്നു. വിശ്വാസികൾ വിശ്വാസത്തിൻ്റെ രീതിയിലൂടെ എൻജോയ്മെൻറ്റ് ചെയ്തു പോകുന്നു. സൂഫികൾക്ക് എങ്ങനെയാണ് ഇതെല്ലാം അറിയാൻ കഴിയുക? എല്ലാം അറിയുന്നവൻ അള്ളാഹു അല്ലേ? അങ്ങനെ പറയുന്ന കുറേ ആൾക്കാരുണ്ട്. എല്ലാം അറിയുന്നവൻ അള്ളാഹു അല്ലേ? അള്ളാഹുവിനെ ആരും കണ്ടിട്ടില്ല. പക്ഷെ എല്ലാവരും പറയും എല്ലാം അറിയുന്നവൻ അള്ളാഹുവാണ്. പക്ഷെ നമ്മളൊക്കെ എല്ലാം അറിഞ്ഞത് ആരിൽ നിന്നാണ്? അതൊന്നും നമ്മൾ നല്ലപോലെ ചിന്തിച്ചു നോക്കുക. നമ്മളെല്ലാ കാര്യങ്ങളും അറിഞ്ഞത് ആരിൽ നിന്നാണ്? ഒരു ജ്ഞാനിയിൽ നിന്നാണ് ഒരു വിജ്ഞാനി ഉണ്ടായത്. അപ്പൊ ജ്ഞാനി എന്ന് പറയുമ്പോൾ ആ ജ്ഞാനിക്ക് ആ ജ്ഞാനം, അദ്ദേഹത്തിന് കിട്ടുന്ന ആ മെസ്സേജുകൾ അതെവിടെ നിന്ന് കിട്ടുന്നു? എത്രയോ അത്ഭുതകരമായ സംഭവങ്ങൾ ഓരോ വ്യക്തികളിലൂടെയും ഉണ്ടായിരിക്കുന്നു. അത് ക്രിസ്തു മതത്തിലായാലും ഹിന്ദു മതത്തിലായാലും ഇസ്ലാം മതത്തിലായാലും ഒക്കെ ഓരോ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പറയുമ്പോൾ അവരുടെ അത്ഭുത കഥകൾ നമുക്ക് കാണാം. എത്രയോ അത്ഭുതകരമായ സംഭവങ്ങൾ നടന്നിരിക്കുന്നു. ഇബ്രാഹിം നബിയുടെയും മൂസാ നബിയുടെയും ഈസാ നബിയുടെയും പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയൊക്കെ ജീവിതങ്ങളെല്ലാം കള്ളമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇവിടെ നമ്മൾ സ്വാഭാവികമായിട്ട് പറയുന്നത് അവർ ജീവിച്ചപ്പോൾ അവരുടുത്ത വസ്ത്രം, അവർ കഴിച്ച ഭക്ഷണം, അവർ കല്യാണം കഴിച്ചത്, അവർ മക്കളെ ഉണ്ടാക്കിയത്, ഇതൊക്കെ പറയാനാണ് നമുക്കൊക്കെ താല്പര്യം. ഇപ്പം എല്ലാവരും ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നിരവധി കേസുകൾ നടക്കുന്നുണ്ട്. കുറ്റപ്പെടുത്തുന്ന ഓരോ ആളുകളും നാട്ടിൽ നടക്കുന്ന സംഭവവികാസങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തെല്ലാം തെറ്റുകുറ്റങ്ങളാണ് മനുഷ്യൻ ചെയ്യുന്നത്.
എന്നിട്ട് അവൻ്റെ പേരെന്താണ്? കള്ളൻ, അല്ലെങ്കിൽ പെണ്ണുപിടിയൻ, അല്ലെങ്കിൽ മദ്യപാനി, അങ്ങനെയൊക്കെയാണ് പേര് വീഴുന്നത്. പക്ഷേ മുഹമ്മദ് നബിയെ അല്ലമീൻ എന്ന് വിളിച്ചു ആ കാലത്ത്. ഇന്ന് അവരുടെ എല്ലാം പേര് കേൾക്കുമ്പോൾ അലൈഹിസ്സലാം എന്നും അതുപോലെ തന്നെ റളിയല്ലാഹു അൻഹു എന്നൊക്കെ പറയുന്ന ചില ബഹുമാന്യ വാക്യങ്ങളൊക്കെ ഉണ്ടായത് അവരുടെ ജീവിതത്തിൽ അവർ പ്രവർത്തിച്ചു വന്ന പ്രവർത്തനങ്ങളിലൂടെ, ആ പ്രവർത്തനങ്ങളിലെ നേട്ടങ്ങളാണ്, ആ പ്രവർത്തനങ്ങളിലെ ആത്മീയമായ അനുഭവങ്ങളാണ് അത്തരം സ്മരണകളിലൂടെ ഇന്നും അവരെ നാം എല്ലാം ഓർക്കുന്നത്. അങ്ങനെ ഓർക്കുന്ന പ്രവാചകന്മാർ മുതൽ ധാരാളം സൂഫി വാര്യന്മാർ വരെ നമ്മുടെ ഇന്ത്യ രാജ്യത്തുണ്ട്. ഇന്ത്യയിലെന്നല്ല, ലോകമെമ്പാടുമുണ്ട്. എത്രയോ മഹാരഥന്മാരുടെ ഖബറിടങ്ങൾ, അവിടെയെല്ലാം വന്നെത്തുന്ന അനേകായിരം ആളുകൾ, എന്തിനേറെ AR റഹ്മാൻ വരെ. അതിനെക്കുറിച്ചും പറയാം ഇൻഷാ അല്ലാഹ്. AR റഹ്മാൻ എങ്ങനെ ഇസ്ലാം മതം സ്വീകരിച്ചു? പല ആളുകളും പല രീതിയിലാണ് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ, ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ ഒരു ഉൾവിളിയുണ്ട്. സമയമാകുമ്പോൾ അതിലേക്ക് അവൻ എത്തിച്ചേരും. നമ്മുടെ നാട്ടിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ തീവ്രവാദി എന്നാണ് മുദ്ര കുത്തി വച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ AR റഹ്മാൻ ഏറ്റവും വലിയ തീവ്രവാദിയാകണ്ടേ? അദ്ദേഹം നല്ലൊരു സംഗീത സംവിധായകനായി മാറി. ഒരുപാട് സൂഫി ഗാനങ്ങൾ അദ്ദേഹം ചെയ്തു. അദ്ദേഹം സംഗീതത്തിൻ്റെ ലോകത്തു കൂടിയാണ് സഞ്ചരിക്കുന്നത്. അതുപോലെ എത്രയോ എത്രയോ ആളുകൾ ഇസ്ലാമിൽ എത്രയോ നന്മകൾ ചെയ്തിരിക്കുന്നു. ഇവിടെ നടന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യം വരെ എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ അതിലേറ്റവും അധികം പേര് നിലകൊള്ളുന്നത് മുസ്ലിം പേര് തന്നെയാണ്. മുസ്ലിങ്ങൾ അവരുടേതായ സ്വഭാവം കാണിച്ചിരുന്നെങ്കിൽ, കാരണം മുൻകഴിഞ്ഞു പോയ എത്രയോ രാജാക്കന്മാരാണ് ഇവിടെ ഭരിച്ചത്. ടിപ്പു സുൽത്താൻ മുതൽ എത്രയോ ആളുകൾ ഇവിടെ ഭരണം നടത്തിയിട്ടുണ്ട്. അവരെല്ലാവരും അവരുടേതായ രാജ്യം ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ ഇത് പണ്ടേ ആയിപ്പോയാനെ. പക്ഷെ അങ്ങനെ ഒരു ചിന്ത അവർക്കുള്ളിൽ ഉണ്ടായിട്ടില്ല. ഇവിടെ തെറ്റിദ്ധാരണകൾ പടർത്തി പന്തലിപ്പിച്ച് അവരവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് മനുഷ്യരെ തമ്മിൽ തല്ലിപ്പിക്കുന്ന ബ്രിട്ടീഷ് തന്ത്രമാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരാളെ അങ്ങോട്ട് പഴിചാരി, അയാൾ ഇങ്ങോട്ട് പഴിചാരി, കാപട്യങ്ങൾ നിറച്ച് ഒരുത്തനെ എങ്ങനെയെല്ലാം കള്ളക്കേസിൽ കുടുക്കി, ഏതെല്ലാം തരത്തിൽ ഒരുവനെ എങ്ങനെയെല്ലാം മോശമാക്കാം എന്നുള്ള പ്ലാനിങ്ങുകൾ വരെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഓരോ പ്ലാനിങ്ങുകൾ. അവർക്ക് വേണ്ടി ഒരു സൈക്കോളജിസ്റ്റ് തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു കാര്യം നേടിയെടുക്കാനായിട്ട് എന്ത് തന്ത്രമാണ് പ്രയോഗിക്കേണ്ടത്, ആ തന്ത്രം പറഞ്ഞു കൊടുക്കാൻ വരെയും ചില ബുദ്ധിമാന്മാരൊക്കെ ഇവരുടെ കൂലിപ്പട്ടാളങ്ങളായിട്ട് നിലകൊള്ളുന്നുണ്ടെന്നാണ് നമുക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ആത്മീയ മേഖലയിൽ സഞ്ചരിക്കുന്ന സൂഫി വര്യന്മാരെ പരിഹസിക്കാതെ അവരുടെ ജീവിതം സത്യമാണെന്നും ആ സത്യത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളാണ് അനുഭവിച്ച് അറിഞ്ഞ ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് നാളെ തുടരാം.